ഹലോ, ഒരു കിടിലൻ സാധനം കാണിച്ചു തരാവേ. 2 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പീസാക്കി വെക്കാം കേട്ടോ. ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ യെല്ലോ പാർട്ട് അങ്ങനെ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊടിഞ്ഞു പോവാതിരുന്നാൽ മതിയേ. നമുക്ക് ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാവേ. അത് വലിയ ജീരകം. അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊട്ടി തീരുന്ന സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണേ. എന്നിട്ട് കുറച്ച് കറിവേപ്പില അങ്ങിട്ട് കൊടുക്കണേ. ഓഫ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. എന്നിട്ട് പൊടികൾ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കുക. പൊടികൾ കരിഞ്ഞു പോവരുത് കേട്ടോ. ഇത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. മുട്ട അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ ആക്കി എടുക്കുക. അതാണ്ട് ഇങ്ങനെ വരും കേട്ടോ. അതായത് യെല്ലോ പാർട്ടൊന്നും പൊടിഞ്ഞും പോകത്തില്ല. ഇങ്ങനെ വിട്ട് വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു.